Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3 കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കെമിസ്ട്രി ഫോർ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 2 ആണ്. ഈ മൊഡ്യൂളിൽ അനാലിറ്റിക്കൽ ടെക്നിക്സ്, സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് ഒക്കെയാണ് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ടെക്നിക്, ദാറ്റ് ഈസ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ AAS. ഇത് ആക്ച്വലി അനാലിസിസ് ഓഫ് മെറ്റലിനെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മെറ്റൽ അനാലിസിസ് സ്പെക്ട്രോസ്കോപ്പി എന്നും വിളിക്കുന്നുണ്ട്. നൗ ദ പ്രിൻസിപ്പിൾ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് നമ്മൾ ലിക്വിഡ് സാമ്പിൾ, അയണൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് സാമ്പിളിനെ നമ്മൾ ന്യൂട്രൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് മെറ്റൽ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫ്രീ ആറ്റംസ് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. റിമൈനിങ് ആയിട്ടുള്ള ലൈറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യും. So the principle is that the intensity of absorption is directly proportional to the concentration of the sample. അതായത് നമ്മൾ ഏത് മെറ്റലാണോ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആ മെറ്റലിൻ്റെ കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എത്രമാത്രം അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത്. സോ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ട്, ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മേജർ കമ്പോണൻസ് ഇതിൻ്റെ അറ്റോമൈസർ, പിന്നെ സാമ്പിൾ കണ്ടെയ്നർ, ഫ്യൂവൽ ആൻഡ് ഓക്സിഡൻറ്റ്, ഹോളോ കാത്തോഡ് ലാമ്പ്, ഡിറ്റക്ടർ, ആംപ്ലിഫയർ ആൻഡ് ഡാറ്റ റെക്കോർഡറാണ്. സോ ഓരോ കമ്പോണൻറ്റിനെ പറ്റിയും ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ സാമ്പിൾ കണ്ടെയ്നർ. സാമ്പിൾ കണ്ടെയ്നറിലാണ് നമ്മൾ സാമ്പിൾ ലിക്വിഡ് ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നിന്ന് കാപ്പിലറി ആക്ഷൻ വഴി അറ്റോമൈസർ അല്ലെങ്കിൽ ബേണറിലേക്ക് ഈ സാമ്പിൾ ചെല്ലും. സോ അറ്റോമൈസറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ അയോൺസിനെ ന്യൂട്രൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് മെറ്റൽ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ആറ്റോമൈസർ ഈ കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്യൂവലും ഓക്സിഡൻറ്റും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്യൂവൽ ഐദർ അസിറ്റിലീൻ അല്ലെങ്കിൽ H2 ഗ്യാസ് ആണ്, അതായത് ഹൈഡ്രജൻ ഗ്യാസ്. ഈ കൺവേർഷന് ശേഷം ഈ കൺവേർട്ട് ചെയ്യപ്പെട്ട ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് മെറ്റൽ ആറ്റംസ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ മേലെ നമ്മൾ ഹോളോ കാത്തോഡ് ലാമ്പ് ഉപയോഗിച്ച് ലൈറ്റിനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് മെറ്റൽ ആറ്റംസ് ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള വേവ് ലെങ്ത് അതിനെ മാത്രം അബ്സോർബ് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള റിമൈനിങ് ലൈറ്റിനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഏത് മെറ്റലാണോ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതേ മെറ്റൽ ഉപയോഗിച്ചിട്ടായിരിക്കണം ഹോളോ കാത്തോഡ് ലാമ്പിൻ്റെ കാത്തോഡും കോട്ട് ചെയ്തിരിക്കേണ്ടത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോളോ കാത്തോഡ് ലാമ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹോളോ കാത്തോഡ് ലാമ്പിൻ്റെ ഉള്ളിൽ ഒരു ഇനേർട്ട് ഗ്യാസ് ഉണ്ട്. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസ് അയോണൈസ്ഡ് ആവും. ഈ ഗ്യാസിലത്തെ പോസിറ്റീവ് അയോൺസ് ഇതിൻ്റെ കാത്തോഡിലേക്ക് മൂവ് ചെയ്തിട്ട് ആ കാത്തോഡിൽ വെച്ച് റിഡക്ഷൻ സംഭവിക്കും. സോ ആ സമയത്ത് കാത്തോഡ് റിഡക്ഷൻ സംഭവിക്കുമ്പം ഒരു കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള മെറ്റൽ ആറ്റംസ് അബ്സോർബ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു പ്രൊസീജിയറിൻ്റെ അകത്ത്, ഈ ഒരു വർക്കിങ്ങിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഓരോ മെറ്റൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ഓരോ മെറ്റൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ഓരോ ഹോളോ കാത്തോഡ് ലാമ്പ് ആവശ്യമാണ്. സോ അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇത് നമുക്ക് ഇതിൻ്റെ സാമ്പിൾ ലിക്വിഡ് ഫോമിൽ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. നൗ മൂവിങ് ഓൺ ടു ദ ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മെയിൻലി സോയിലിനെയും പ്ലാന്റിലുള്ളതുമായിട്ടുള്ള മെറ്റൽ എലമെൻസിനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റൊരു ആപ്ലിക്കേഷൻ ഇസ് ദാറ്റ് ബ്ലഡിലെയും സലൈവയിലെയും അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾസിലുള്ളതുമായിട്ടുള്ള അയോണിക് മെറ്റൽ എലമെൻസിനെയും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അനദർ ആപ്ലിക്കേഷൻ ഇസ് ദാറ്റ് പെട്രോളിയം പ്രോഡക്ട്സിലെ ലെഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. വി ഓൾ നോ ദാറ്റ് പെട്രോളിയം, അതായത് പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്ന പെട്രോളിയം ഇസ് ലെഡഡ് പെട്രോളിയം. ഇപ്പം എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പെട്രോളിയത്തിൽ പ്രോഡക്ട്സിലകത്ത് ലെഡിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. സോ ലെഡിൻ്റെ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ്, ദിസ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ് is also used for the estimation of lead in petroleum products. Now another important application is that it is used to determine the metal concentration in the drinking water or the water used for the irrigation purpose. Now moving on to the next technique, that is the mass spectroscopy.
മാസ് സ്പെക്ട്രോസ്കോപ്പി എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പൽ മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സാമ്പിളിനെയാണോ ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാമ്പിളിനെ മൾട്ടിപ്പിൾ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അതിൻ്റെ മാസ് ടു ചാർജ് റേഷ്യോൻ്റെ ബേസിസിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യും. ആൻഡ് ലേറ്റർ ഓരോ മാസ് ടു ചാർജ് റേഷ്യോൻ്റെയും റിലേറ്റീവ് അബണ്ടൻസ് അനുസരിച്ച് അതിൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൾ. Now moving to the instrumentation part. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ടിൽ ആക്ച്വലി 4 സ്റ്റേജസ് ആണ്, 4 കീ സ്റ്റേജസ് ആണ് ഉള്ളത്. അതായത് അയണൈസേഷൻ, ആക്സിലറേഷൻ, ഡിഫ്ലക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ കീ സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഇസ് ദ അയണൈസേഷൻ സ്റ്റേജ്. അയണൈസേഷൻ സ്റ്റേജിൽ ഇലക്ട്രോ അയണൈസേഷൻ ആണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ടൈപ്പ്. ഇതെവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഹീറ്റഡ് ഫിലമെൻറ്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഈ പറഞ്ഞ സാമ്പിളിലേക്ക് ബോംബാർഡ് ചെയ്യും. ആ സമയത്ത് സാമ്പിളിൽ നിന്ന് ഇലക്ട്രോൺസ് നോക്കൗട്ട് ആവും. സോ ഈ സാമ്പിൾ അയോണായിട്ട് മാറും. ഈ അയോണായിട്ട് മാറിയ സാമ്പിൾ, അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്, ദാറ്റ് ഇസ് ദ ആക്സിലറേഷൻ. ഈ അയോണായിട്ട് മാറിയേക്കുന്ന സാമ്പിൾസ് ഈ 2 ചാർജ്ഡ് പ്ലേറ്റ് പാരലലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്സിനിടയിൽ കൂടെ പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആക്സിലറേറ്റഡ് ആവും. So now the ions are accelerated. Moving to the third stage, that is the deflection stage. അതായത് ഈ ആക്സിലറേറ്റഡ് അയോൺ മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ പാസ് ചെയ്ത് പോകുമ്പം ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഡിഫ്ലക്ഷൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഹെവിയർ അയോൺസ് ആണെങ്കിൽ അതിൽ ഏറ്റവും ലീസ്റ്റ് ഡിഫ്ലക്ഷനാണ് ഉണ്ടാവുക. ലൈറ്റർ അയോൺസ് ആണെങ്കിൽ ദ മോസ്റ്റ് ഡിഫ്ലക്ഷൻ. ഇനി അഥവാ മാസ് ടു ചാർജ് റേഷ്യോ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഏത് പാത്താണോ ഫോളോ ചെയ്തത്, ആ ഒരു എലമെൻറ്റ് ഏത് പാത്താണോ ഫോളോ ചെയ്തത് അതേ പാത്ത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സോ ആഫ്റ്റർ ദ ഡിഫ്ലക്ഷൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഡിറ്റക്ഷൻ. ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഓരോ പാത്തിലൂടെയും വരുന്ന എലമെൻറ്റ്സ് ഈ ഡിറ്റക്ടറിലെ വയറിൽ വന്ന് ഹിറ്റ് ചെയ്യും. ആ സമയത്ത് വയറിൽ നിന്നും ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് അയോണിലേക്ക് പാസ് ഓൺ ചെയ്യും. ആൻഡ് അയോൺ ബിക്കംസ് ന്യൂട്രലൈസ്ഡ്. സോ ഈ സമയത്ത് വയറും അയോണും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിനെയാണ് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് മാസ് ടു ചാർജ് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ മാസ് ടു ചാർജ് റേഷ്യോൻ്റെ റിലേറ്റീവ് അബണ്ടൻസിൻ്റെ സ്പെക്ട്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ ദാറ്റ്സ് ഹൗ വി ഡിറ്റക്ട് എൻ എലമെൻറ്റ് യൂസിങ് ദ മാസ് സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ്. നൗ മൂവിങ് ടു ദ ആപ്ലിക്കേഷൻസ്. മാസ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ GC, അതായത് ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രേസ് ഗ്യാസ് അനാലിസിസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഫോറൻസിക് ടോക്സിക്കോളജി, ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് എന്നീ വിവിധ തലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ടെക്നിക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്പെക്ട്രോസ്കോപ്പി വി ആർ ഗോയിങ് ടു ലേൺ ഇസ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. സോ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഒരു ആറ്റത്തിന് നമ്മൾ അതിൽ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എക്സൈറ്റഡ് ആവും, ഹയർ എനർജി ലെവലിലേക്ക് പോകും. ആ ഹയർ എനർജി ലെവലിൽ അതിൻ്റെ ടൈം കുറച്ച് നേരം മാത്രമേ അത് ഹയർ എനർജി ലെവലിൽ നിൽക്കത്തുള്ളൂ. അതിനുശേഷം അത് ഡീക്കേ ചെയ്ത് ലോവർ എനർജി ലെവലിലേക്ക് തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്ന സമയത്ത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. സോ ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പെക്ട്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ഓരോ എലമെൻറ്റ്സും ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. നൗ മൂവിങ് ടു ദ ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ ആക്ച്വലി 3 കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സാമ്പിൾ ഇൻട്രൊഡക്ഷൻ, ഒന്ന് എക്സൈറ്റേഷൻ, ദെൻ ലാസ്റ്റ് വൺ ഇസ് ദ ഡിറ്റക്ഷൻ സ്റ്റേജ്. സോ സാമ്പിൾ ഇൻട്രൊഡക്ഷനിൽ ഇവിടെ ആക്ച്വലി മെയിൻലി ലിക്വിഡ് സാമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എക്സൈറ്റേഷൻ. എക്സൈറ്റേഷന് പല സോഴ്സ് ഉപയോഗിച്ച് നമുക്കിതിനെ എക്സൈറ്റ് ചെയ്യാം. ഐദർ ഫ്ലെയിം അല്ലെങ്കിൽ പ്ലാസ്മയുടെ ആർക്കോ സ്പാർക്ക് ഉപയോഗിച്ചോ നമുക്ക് ഇതിനെ എക്സൈറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് പ്ലാസ്മ ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സൈറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മ ഉപയോഗിച്ചിട്ടുള്ള എക്സൈറ്റേഷനാണ്. വൈ പ്ലാസ്മ അല്ലെങ്കിൽ പ്ലാസ്മ കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്ലാസ്മയിൽ നമുക്ക് ഇൻക്രീസ്ഡ് അറ്റോമൈസേഷൻ അല്ലെ എക്സൈറ്റേഷൻ നടക്കും. അതുപോലെ തന്നെ വൈഡർ റേഞ്ച് ഓഫ് എലമെൻസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഒരു സമയത്ത് തന്നെ നമുക്ക് പല എലമെൻറ്റ്സ് മൾട്ടി എലമെൻറ്റ് അനാലിസിസും പോസിബിൾ ആണ് പ്ലാസ്മയെ ഉപയോഗിച്ച് നമ്മൾ എക്സൈറ്റേഷൻ ചെയ്യുവാണെങ്കിൽ. ആൻഡ് അനദർ അഡ്വാൻറ്റേജ് ഓവർ ഫ്ലെയിം ആൻഡ് ഇലക്ട്രോതെർമൽ അറ്റോമൈസേഷൻ എന്താണ്? പ്ലാസ്മയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓക്സൈഡ് ഫോർമേഷൻ ഇല്ല. അതുപോലെ തന്നെ കെമിക്കൽ ഇൻ്റർഫിയറൻസസ് വളരെ കുറവാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ പ്ലാസ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റോമൈസേഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ എലമെൻറ്റ് ഡിറ്റക്ഷനും ഓരോ ലാമ്പിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്ലാസ്മ സോഴ്സ് കൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ഓഫ് എലമെൻസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. നൗ മൂവിങ് ഓൺ ടു ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇത് ഒരുപാട് എലമെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും എലമെൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്കിൽ വരുന്നതാണ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. Another important thing is that metal deficiencies in plants and soils can also be analyzed. കാരണം ഓൾമോസ്റ്റ് 40 എലമെൻറ്റ്സ് ആണ് പ്ലാന്റ്സിലെയും സോയിൽസിലെയും എലമെൻറ്റ്സ് ആണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. Now moving on to the next technique, that is the X-ray photoelectron spectroscopy. X-ray photoelectron spectroscopy എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഓരോ സാമ്പിളിനെയും നമ്മൾ എക്സ്റേ ഫോട്ടോൺ ഇൻസിഡൻറ്റ് ചെയ്യിച്ചിട്ട് അതിനെ അയണൈസ് ചെയ്യും. ആ അയണൈസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യും. സോ നമ്മൾ ഈ കൈനറ്റിക് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും energy, that is the h nu, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു ദ ഐൻസ്റ്റീൻ ഫോട്ടോഇലക്ട്രിക് റിലേഷൻ, ദാറ്റ് ഇസ് k equal to h nu minus binding energy, ഈ കെയും എച്ച് ന്യൂയും ഓൾറെഡി അവൈലബിൾ ആണ്. സോ ബൈൻഡിങ് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. സോ ആൻഡ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഓരോ ആറ്റത്തിനും, അതായത് ബൈൻഡിങ് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ടു ദ ആറ്റം, അത് ഓരോ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഈ ബൈൻഡിങ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ എലമെൻറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ നൗ മൂവിങ് ടു ഇറ്റ്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ മെയിൻലി 3 ഭാഗങ്ങളാണുള്ളത്. അതായത് ദ റേഡിയേഷൻ സോഴ്സ്, an analyzer and an electron detector. ഇവിടെ റേഡിയേഷൻ സോഴ്സ് എന്ന് വെച്ചാൽ ഒരു നോൺ ക്രോമാറ്റിക് അലൂമിനിയം ഓർ മെഗ്നീഷ്യം എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോണോക്രോമാറ്റിക് അലൂമിനിയം എക്സ്റേ സോഴ്സും ഉണ്ട്. പിന്നെ അനലൈസർ എന്ന് പറയുന്നത് ആ അനലൈസറാണ് ഈ കൈനറ്റിക് എനർജി, ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജീനെ മെഷർ ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും. പിന്നെ ഇലക്ട്രോൺ ഡിറ്റക്ടർ, ദാറ്റ് ഈസ് ഇലക്ട്രോണിനെ ഈ ഒരു ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഹൈ വാക്യൂം എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഡിറ്റക്ഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് പോസിബിൾ ആവുള്ളൂ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. നൗ മൂവിങ് ഓൺ ടു ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ഇസ് ദാറ്റ് നമുക്ക് ടോപ്പ് സർഫസിലുള്ള എലമെൻ്റൽ കോമ്പോസിഷൻ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ സർഫസിലുള്ള ഓരോ എലമെൻറ്റിനെയും കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റേറ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സർഫസിലുള്ള കണ്ടാമിനേഷൻസിൻ്റെ പറ്റിയും നമുക്ക് മെഷർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഈ XPSൻ്റെ, അതായത് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ്. Now moving on to the next technique, that is the auger electron spectroscopy. ഇവിടെ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സർഫസ്, ഒരു മെറ്റൽ സർഫസിനെ ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ, മെറ്റൽ സർഫസിനെ ഇറേഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കെ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അതിൽ നിന്ന് പോകും. ആ സമയത്ത് കെ ഷെല്ലിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ കെ ഷെല്ലിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുമ്പം എൽ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺ കെ ഷെല്ലിലേക്ക് പോകും. അങ്ങനെ എൽ ഷെല്ലിൽ ഒരു ഹോൾ ഉണ്ടാവും. അതിങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ട് nth ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകും. ആ ഒരു പോകുന്ന ഇലക്ട്രോണിനാണ് നമ്മൾ ഓഗർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. That is, it involves emission of auger electrons when a surface is emitted with a radiation. A sample surface is irradiated with high energy electron. At that time, one electron of K shell is removed and one vacancy hole is created in K shell.
one of the electron from the L shell gets transferred to the hole of K shell, and electron transmit ion from outer to inner energy shells, and hole is formed in the L1 shell. A radiation is given out while transition, which is taken up by other shells, and with that energy an electron from the nth shell comes out. ഈ nth ഷെല്ലിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ, റേഡിയേഷൻ എമിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോണാണ് നമ്മൾ ഓഗർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൈനറ്റിക് എനർജി will be a characteristic energy of the sample. So, ഈ auger electron will be independent. അതായത് നമ്മൾ ഇൻസിഡൻ്റ് ആയിട്ട് കൊടുക്കുന്ന എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല ഓഗർ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ അതിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ എലമെൻറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. സോ ഇൻസ്ട്രുമെൻറ്റേഷൻ കണ്ട പോലെ നമ്മൾ ഇലക്ട്രോൺ കണ്ണ് വെച്ച് സാമ്പിളിലേക്ക് കൊടുക്കും. അവിടുന്ന് ഓഗർ ഇലക്ട്രോൺസ് പാസ് ചെയ്യും, ഓഗർ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അത് ഇലക്ട്രോൺ ഡിറ്റക്ടർ വഴി ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നു. അതായത് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇവിടെയും ആസ് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോണിൽ പോലെ തന്നെ ഇവിടെയും അൾട്രാ ഹൈ വാക്യൂം എൻവയൺമെൻറ്റ് ആവശ്യമാണ്. Now moving to its applications. ഇതൊരു സർഫസ് അനാലിസിസ് ടെക്നിക്കാണ്. ലൈറ്റർ എലമെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സർഫസ് കണ്ടാമിനേഷനെയും ഇത് വെച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇസ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്സ് ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക് ടെക്നിക്സിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. സോ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ അത് നാനോ സ്കെയിലിൽ ഇമേജിനെ വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. ആൻഡ് ഓൾസോ ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതായിട്ടുള്ള സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അഥവാ STMൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. ഓൾസോ ഇവിടെ നമുക്ക് 3D ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും നാനോ സ്കെയിലിൽ. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടിപ്പുണ്ട്, അത് അറ്റോമിക് സൈസിലുള്ള ഒരു ടിപ്പാണ്. സോ അത് ആ ടിപ്പും സാമ്പിൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പോകുന്ന സാമ്പിളും തമ്മിൽ ഒരു നാനോ സ്കെയിൽ സെപ്പറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു സെപ്പറേഷൻ, നാനോ സ്കെയിൽ സെപ്പറേഷൻ മാത്രം ഉണ്ടാകുന്ന സമയത്ത് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഉണ്ടാവും. സോ ഈ ഫോഴ്സാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഈ ടിപ്പ് വളരെ ക്ലോസ് ആകുമ്പോൾ, സാമ്പിളുമായിട്ട് വളരെ ക്ലോസ് ആകുമ്പോൾ ഒരു റിപ്പൾസീവ് ഫോഴ്സും അതുപോലെ തന്നെ സാമ്പിളുമായിട്ട് കുറച്ച് അകലം വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നു. ഈ ഫോഴ്സിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിൽ ആക്ച്വലി 3 മോഡ്സ് ഉണ്ട്: കോണ്ടാക്ട് മോഡ്, നോൺ കോണ്ടാക്ട് മോഡ് ആൻഡ് ടാപ്പിംഗ് മോഡ്. കോണ്ടാക്ട് മോഡ് എന്ന് വെച്ചാൽ ദ സർഫസ് ഓഫ് സാമ്പിൾ ആൻഡ് ടിപ്പ് ടച്ച് ഈച്ച് അതർ ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് സോളിഡ് സർഫസ്. ഇനി കോണ്ടാക്ട് മോഡ് ആണെങ്കിൽ ദ സർഫസ് ഓഫ് ദ സാമ്പിൾ ആൻഡ് ടിപ്പ് is separated by a distance and it is basically used for the study of biological samples, DNA, RNA, tissues, etc. Now the tapping mode. Tapping mode എന്ന് വെച്ചാൽ അത് ഇൻ ബിറ്റ്വീൻ കോണ്ടാക്ട് മോഡും നോൺ കോണ്ടാക്ട് മോഡിൻ്റെയും നടുക്ക് വരുന്നൊരു മോഡാണ് ടാപ്പിംഗ് മോഡ്. Now the applications of atomic force microscope. അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സാമ്പിളിൻ്റെ റഫ്നെസ്സിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സാമ്പിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രെയിനിൻ്റെ സൈസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ സർഫസിൻ്റെ സ്റ്റിഫ്നെസ്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, എഡഷൻ പ്രോപ്പർട്ടീസൊക്കെ നമുക്കിത് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് നമുക്ക് യങ്സ് മോഡലേഴ്സും മെറ്റീരിയൽസിൻ്റെ യങ്സ് മോഡലേഴ്സും നമുക്കിത് ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൻ്റെ മേജർ ആപ്ലിക്കേഷൻസ്. Now moving on to the next technique, that is the scanning tunneling microscope. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഈ STMൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. സോ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ആക്ച്വലി അത് ക്വാണ്ടം ടണലിംഗ് എഫക്റ്റിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ക്വാണ്ടം ടണലിംഗ് എഫക്റ്റ് നമ്മൾ ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്. സോ അതായത് ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വെൻ ഡിസ്റ്റൻസ് ഇൻക്രീസ് ടണലിംഗ് കറണ്ട് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതാണ് ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ. അതൊരു പൊട്ടൻഷ്യൽ ഇതിൻ്റെ ടിപ്പിൽ അപ്ലൈ ചെയ്യും, അതിൻ്റെ താഴെയായിരിക്കും ഇതിൻ്റെ സാമ്പിൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഒരു എയർ ബാരിയർ ഉണ്ടാവും ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് ദ ടിപ്പ്.
ഒരു സ്മോൾ ഡിസ്റ്റൻസ്, അതായത് ഒരു ആംഗ്സ്ട്രോം ലെവലിലുള്ള അല്ലെങ്കിൽ നാനോ ലെവലിലായിരിക്കും ഇതിൻ്റെ ടണലിങ്, ഇലക്ട്രോൺസ് ടണലിങ് അണ്ടർഗോ ചെയ്യുക, ഒരു ടണലിങ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ടിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് അറ്റോമിക് ലെവൽ സ്കാനിങ് ഇസ് മെയ്ഡ് പോസിബിൾ. ഇതിൻ്റെ മേജർ ആപ്ലിക്കേഷൻ ഇസ് ദാറ്റ് നമുക്ക് ടോപ്പോഗ്രഫിക് സ്റ്റഡീസിന് അറ്റോമിക് ലെവൽ പോസിബിൾ ആവും. അതുപോലെ തന്നെ അറ്റ് ഹൈ പൊട്ടൻഷ്യൽ ആറ്റം ക്യാൻ ബി റിമൂവ് ഫ്രം ദ സർഫസ് ഓഫ് ദ സാമ്പിൾ. ഈ സാമ്പിൾ നമ്മൾ ഏത് സാമ്പിളാണോ ഡിറ്റക്ട് ചെയ്യുന്നത് ആ സാമ്പിളിൽ നിന്ന് ആറ്റത്തിന് വരെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഹൈ പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇത് ഏതൊരു മീഡിയത്തിലും വർക്കിംഗ് പോസിബിൾ ആണ്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ ഹൈ വാക്യൂം ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് മീഡിയത്തിലാണെങ്കിലും ഈ ഒരു മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യും. Now moving on to the next next and the last technique, analytical techniquesൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ലൈറ്റ് മൈക്രോസ്കോപ്പായിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വളരെ സിമിലർ ആണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് അവിടെ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇമേജ് കാണുന്നത്. അതായത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാഗ്നിഫിക്കേഷൻ ടൂൾ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ യൂസ് ഫോർ ടോപ്പോഗ്രഫി ആൻഡ് മോർഫോളജിക്കൽ സ്റ്റഡി. ഓൾസോ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ കോമ്പോസിഷണൽ ഇൻഫർമേഷൻ എക്സെട്ര. ആൻഡ് ഇവിടെ ആക്ച്വലി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോൺ ബീം കൊടുക്കുമ്പം ഇത് ലെൻസിലൂടെ പോയി, അതായത് 2 ലെൻസ് ഉണ്ട്, ആ ലെൻസിലൂടെ കടന്നു പോയിട്ടാണ് ഇത് സാമ്പിളിലേക്ക് എത്തുക. സാമ്പിളിൽ എത്തുന്ന സമയത്ത് സാമ്പിളിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഡിറ്റക്ടറിൽ പോയി ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മെൻഷൻ ചെയ്ത പോലെ ടോപ്പോഗ്രഫിക്കൽ അതുപോലെ തന്നെ മോർഫോളജിക്കൽ സ്റ്റഡീസിന് യൂസ് ചെയ്യും. പിന്നെ സർഫസ് ഫ്രാക്ചേഴ്സിനെ മെഷർ ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. And also it can provide information in microstructures. പിന്നെ സർഫസ് കണ്ടാമിനേഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ്. സോ ഇത്രയും ടോപ്പിക്സാണ് മൊഡ്യൂൾ 2 നമ്മൾ കവർ ചെയ്യുന്നത്. ബേസിക്കലി അനാലിറ്റിക്കൽ ടെക്നിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.